ഹായ് നമസ്കാരം. ഹായ്, എൻ്റെ പേര് വിദ്യ. ഞാനൊരു ടീച്ചറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലൂടെ നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതൊരു യൂട്യൂബ് ചാനലായാലും അല്ലേ, ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കണം. നമ്മൾ ആരാണെന്ന് ആദ്യം പരിചയപ്പെടുത്തണം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ഈവനിങ് ആണ്. താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുറുക്കഞ്ചേരിയിലാണ്. അപ്പോൾ ഇത് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഈവനിങ് വാക്കിന് വേണ്ടി വന്നതാണ്. അപ്പോൾ വിചാരിച്ചു ചാനലിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ എടുത്താലോ. വലിയ മേക്കപ്പും ഒരുക്കങ്ങളൊന്നുമില്ല, പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. അപ്പോൾ ഈ വർഷം കുറച്ച് നല്ല വീഡിയോസൊക്കെ കാര്യമായിട്ട് ഇടണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പഠിച്ചു വരുന്നതുള്ളൂ വ്ളോഗിങ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ടെക്നോളജി എന്ന് പറയുന്നത് അനുദിനം മാറ്റം വരുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. ഈവൻ ഇപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ ക്യാമറ പിടിക്കുന്നതായാലും എല്ലാം. അപ്പോൾ മൈക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും വലിയ കാര്യമായിട്ട് അറിയില്ല, പഠിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് മൈക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ യാത്രകളിൽ എൻ്റെ സഹചാരികളായിട്ട് കൂടെ ഒരു കൂട്ടം ആളുകളെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പിന്നെ പ്രൊഫഷണൽ ലൈഫുമായിട്ടൊരു ടീച്ചറിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനും ഒരാഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ അടുത്തിട്ട വീഡിയോസ് ആണെങ്കിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അതായത് യോഗ, അതുപോലെ തന്നെ പാട്ട് കണ്ടിട്ടുണ്ടാവും. എല്ലാത്തിനോടും താല്പര്യമുണ്ട്. എല്ലാം കുറച്ച് ഒക്കെ കൂടെ ഒരു അവിയൽ പരുവത്തിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഇന്നതിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്താണോ അറ്റ് ദ മൊമെൻ്റ് ഇഷ്ടം അത് ചെയ്യും. അങ്ങനെ അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം നടക്കാനായിട്ട് വരും. അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ വർക്കൗട്ട് ചെയ്യാനായിട്ട് മോർണിംഗിൽ വന്നിരുന്നു. പിന്നെ മഞ്ഞൊന്നും പറ്റാതായപ്പോൾ വരുന്നില്ല കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഈവനിങ്ങിലായിരിക്കും മിക്കപ്പോഴും ഇതുപോലെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കയറുന്നത്. ചില ദിവസമൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് ലേറ്റാവും. അപ്പോൾ പിന്നെ വാക്കിങ്ങൊക്കെ ഒന്ന് കണക്ക് തന്നെ. പിന്നെ ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓഡിയൻസ് ഞങ്ങളുടെ കുട്ടികളാണ് അല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ക്ലാസ്സുകളിലും പോയി പല തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ്. അപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് നമുക്കൊരു ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ്. എനിക്കിങ്ങനെ പ്രസൻറ്റേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിചാരിച്ചു ഇതിലിപ്പോൾ വ്യൂവേഴ്സായിട്ട് എൻ്റെ കുട്ടികളും ഉണ്ടാവും, അവരുടെ പാരൻസും ഉണ്ടാവും, എൻ്റെ കൊലീഗ്സും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ഇതിൽ കൂടുതലും എനിക്ക് തോന്നുന്നു എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ കുട്ടികൾ തന്നെയായിരിക്കും. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. വിദ്യാഭ്യാസേ എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യാഭ്യാസം ഇന്ന് വീഡിയോ ഇടുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഓരോ ഇവൻറ്റ്സിലൊക്കെ പങ്കെടുക്കാനായിട്ടൊരു സ്റ്റേജ് ഫിയർ ഉണ്ടാവുമല്ലോ, അതുപോലെ ടീച്ചർമാർക്കും ഉണ്ടാവുന്നേ, എനിക്കും ഉണ്ട്. കാരണം നമ്മളറിയാത്ത കുറേ പേരായിരിക്കുമല്ലേ സോഷ്യൽ മീഡിയയിൽ. അറിയുന്നവരെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അറിയാത്തവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പുതിയ ആൾക്കാരാണ് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു ടീച്ചറുടെ ലൈഫ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലെല്ലാം വരും. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരുപാട് റോളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അല്ലേ. കുറേ നേരമായില്ലേ ഞാൻ നിൽക്കുന്നു. ഒരുപാട് റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു. അത് മൾട്ടി ടാസ്കിങ് ആണ് ഞങ്ങളുടെ മെയിൻ. സ്കൂളിലാണെങ്കിലും ഒരു ടീച്ചിങ് മാത്രമല്ലല്ലോ, നമുക്ക് പല റോളുകളും ഉണ്ട്.
കുട്ടികളുടെ ഗാർഡിയനായിട്ട് നിൽക്കേണ്ടി വരും, അവരെ നേഴ്സായിട്ട് നിൽക്കേണ്ടി വരും, അല്ല അവരെ അമ്മയായിട്ട് നിൽക്കേണ്ടി വരും. ഒരുപാട് റോളുകൾ ഞങ്ങളുടെ ഒരു ഡെയിലി ടാസ്കിൽ പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കുക, നിങ്ങളായിട്ട് ലൈഫിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക അങ്ങനെ. അപ്പോൾ ഇനിയും വീഡിയോസ് ഉണ്ടാവും, അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.